നമ്മൾ അങ്ങനെയല്ല. നമ്മളൊരു പ്രസവം കഴിഞ്ഞ് നമ്മളൊരു ഗ്യാപ്പ് കൊടുക്കും. ആ സ്ത്രീക്ക് അവരുടെ ജോലി ഉണ്ടാവും, അതിനകത്ത് പോകാനുള്ള അവസരം കൊടുക്കുന്നു. അപ്പൊ അവരൊരു 5-6 വർഷം കഴിഞ്ഞിട്ടായിരിക്കും, അല്ലെങ്കിൽ 10 വർഷം കഴിഞ്ഞിട്ടായിരിക്കും അവർ അടുത്ത പ്രസവത്തിന് പോവുക. പക്ഷെ നമ്മൾ ഈ 10 വർഷം വെയിറ്റ് ചെയ്യുന്നതിന്റെ ഉള്ളിൽ നിങ്ങൾ 2 വർഷം കൂടുമ്പോൾ പ്രസവിച്ചിട്ടുണ്ടാവും. അപ്പൊ എന്തായി? നമ്മൾ 10 വർഷം നമ്മൾ വെയിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 10 വർഷം കഴിയുമ്പോൾ ഞങ്ങൾക്ക് 4 പേർ കൂടി 4 കുട്ടികളേ ഉള്ളൂ. അപ്പൊ 10 വർഷം കഴിയുമ്പോൾ നിങ്ങൾക്ക് 20 കുട്ടികളും നമുക്ക് അപ്പോഴും 4 കുട്ടികൾ തന്നെയാണ്. ഇതുകൊണ്ടാണ് ഈ പെറ്റ് കൂട്ടുക, പന്നി പറഞ്ഞ പോലെ പെറുക എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അല്ല, നിനക്കൊന്നും കഴിവില്ലാത്തോണ്ടല്ല, നിനക്കൊണ്ടൊന്നും പറ്റാത്തോണ്ടൊന്നുമല്ല. എടാ, നിനക്കൊക്കെ മറുപടി അങ്ങനെ ത്രേസ്യാമ്മ ചേട്ടത്തി പറഞ്ഞു തരും. ത്രേസ്യാമ്മ ചേട്ടത്തിയെ, അമ്മച്ചിക്ക് എത്ര മക്കളാ? 15 പിള്ളേരുണ്ടാ. പിന്നെ മാത്തച്ഛൻ, കുര്യൻ, ഫ്രാൻസിസ്, തോമാച്ചൻ, ദേശാച്ചൻ, മാത്യൻ, തങ്കച്ചൻ, ടോമി, മേരി, കുട്ടിയമ്മ, എഡസി, ലിസി, ലൂസി, ജോയി, സാബു. അമ്മച്ചിയെ എന്റെ അടുത്തുണ്ടായിരുന്നു ഇതേ. അമ്മച്ചിയെ, എന്തെങ്കിലും ഉപഹാരം തരുന്നുണ്ട് കണ്ടുപടിയുടെ ആരും. ഇതൊക്കെയാണ് കഴിവെന്ന് പറഞ്ഞാൽ. ഇവർക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടാ, എന്തെങ്കിലും പ്രാരാബ്ദം ഉണ്ടാ? ആ 15 മക്കളും അവരുടെ ജീവിതത്തിന് അലങ്കാരമായെന്ന് മാത്രമല്ല, ആ മക്കളെല്ലാം കൂടെ ഈ അമ്മച്ചീനെ ഈ പ്രായത്തിൽ സ്നേഹിച്ച് കൊല്ലുക. എടാ, ഇതാണ് കഴിവുള്ളവൻക്ക് മക്കളുണ്ടാ. എടാ, അതാണ് ജീവിതം. നീയൊക്കെ ഇങ്ങനെ നാട്ടുകാരെ ഹിന്ദുവിനെയും മുസ്ലിമാനെയും ക്രിസ്ത്യാനിനെ അടുപ്പിക്കാൻ വേണ്ടി എന്തെല്ലാം പണി ഉണ്ടാക്കാൻ പറ്റുമോ അതെല്ലാം എടുത്തോണ്ടിരിക്കുക. നിന്റെയൊക്കെ ജീവിതം ഇങ്ങനെ ഒരു പോക്കായി തീരത്തേ ഉള്ളൂ. ഇതല്ല ആ സമയത്ത് അമ്മച്ചീനെ കണ്ട ത്രേസ്യാമ്മ ചേട്ടത്തിയേ, അമ്മച്ചിക്ക് 15 പിള്ളേർ. ആ പേര് പറഞ്ഞിട്ടില്ലേ? ഒരു പഞ്ചായത്തിലെ മുഴുവൻ ആളുടെ പേരല്ലേ ഈ പറഞ്ഞത്. അമ്മച്ചിക്ക് ഒറ്റക്കുള്ള 15 മക്കളുടെ പേരാ പറഞ്ഞത്. അമ്മച്ചിക്ക് ഇനിയും പറയാനുണ്ട്. പറയാൻ പറ്റി അങ്ങോട്ട്. എത്രാമത്തെ വയസ്സിലാവൻ? 20ാമത്തെ വയസ്സിൽ 15 പിള്ളേർ. നീ എത്ര വർഷത്തെ ഗ്യാപ്പ് പറഞ്ഞു? നിനക്ക് 10 കൊല്ലം കഴിയുമ്പോൾ 2 പിള്ളേരുള്ള കഴിവുള്ള അമ്മച്ചിക്ക് എത്ര മക്കളാടാ? അവർക്ക് 10-45 വയസ്സായപ്പോഴത്തേക്കും പിള്ളേർ 15 പുറത്തു വന്ന്. എടാ, ഇതിനാണ് കഴിവെന്ന് പറയാ. കഴിവില്ലെങ്കിൽ പോയി എവിടെങ്കിലും ആറ്റിച്ചാടടാ. അല്ല, നീയൊക്കെ ഇപ്പൊ നാട്ടുകാരെ മക്കളുണ്ടാകുന്നവരൊക്കെ പന്നി പിറന്നവരെന്ന് പറഞ്ഞ എന്ത് കാര്യം? ആ അമ്മച്ചിയുടെ ഓർമ്മശക്തി ഉണ്ടടാ. ഈ ഓർമ്മശക്തി എങ്കിലും നിനക്കുണ്ട. ഈ ഓർമ്മശക്തി ഈ പ്രായത്തിലും പ്രസവിച്ചിട്ട് അവരുടെ സൗന്ദര്യത്തിന് വല്ല കുറവുണ്ടാ? ഈ പ്രായത്തിൽ അമ്മച്ചിനെ നോക്കി, ആ മുഖത്തെ ആ പ്രസരിപ്പ് നോക്കി, ആ പ്രസന്നത. നിന്റെ അമ്മച്ചിയുടെ മുഖം നോക്കിയേ, ആ മുഖം കാണാൻ തന്നെ എന്തിനു വിളിച്ചോണ്ട്. എന്തുകൊണ്ടാണെന്നറിയാം? അവരെ മനസ്സിന്റെ സന്തോഷമാണ്. നിന്റെയൊക്കെ മുഖം കണ്ട ഏത് സംഘപരിവാറുകാർക്കല്ലാത്ത ഏതെങ്കിലും മനുഷ്യർക്ക് നിന്റെയൊക്കെ മുഖം കണ്ട എന്തെങ്കിലും സന്തോഷം വരുവാ? ആ മുഖം കണ്ട ആ അമ്മച്ചിയുടെ മുഖത്ത് നോക്കിയേ. 15 പെറ്റ അമ്മച്ചിയുടെ മുഖത്ത് ആ പ്രസരിപ്പ് കണ്ട, ആ പ്രസന്നത ജീവിതത്തിന്റെ സന്തോഷമാണ്. എടാ, കഴിവുള്ളവർക്ക് 15-20 പിള്ളേരുണ്ടാകുന്ന സമയത്ത് ഒരു കഴിവില്ലാതെ 10 വർഷമായി കഴിയുമ്പം ഞങ്ങൾക്ക് 2 പിള്ളേരുകളും തേങ്ങി കരയല്ലേ? കഴിവുള്ളവർ അവർ കഴിവ് തെളിയിക്കട്ടെ, അവർ സന്തോഷമായിട്ട് ജീവിക്കട്ടെ. എന്താണ് ആരും, നീ എന്നാണ് നന്നാകുന്നത്? നിനക്ക് ഒരു കഴിവില്ലെങ്കിൽ എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ. 25 വയസ്സ് കൊടുത്ത റബ്ബർ കിട്ടും. റബ്ബർ ബാൻഡില്ലേ? അത് മേടിച്ചത് അല്ല. ഇപ്പൊ എനിക്ക് നിന്നോട് എന്ത് പറയാൻ? മിറ്റം നിറയെ പിള്ളാരാകുമ്പോൾ ജീവിതമതാകെ കളറ്. കഴിവുള്ളോർക്ക് പിള്ളാരാകുമ്പോൾ ആരിഫ് ഹുസൈനാകെ പ്രഷറ്. എന്തിനാണി തേങ്ങൽ, എന്തിനാണി മോങ്ങൽ? തുറുക്കിലെ ജാമൊന്നു വാങ്ങൂ, തിന്നു. ഇത് കണ്ട് നിന്ന് മനസ്സാകെ കൂമ്പടിച്ചു. ജമാലെ വാങ്ങുമോ, ജമീല തിന്നുമോ? മനസ്സിൻ ഹാജത്ത് ജമാല് തീർക്കുമോ? കമോൺ എവരിബഡി.